പഠിച്ച കള്ളൻ, നമ്മളെ വീട്ടിന് ഹറാം പറഞ്ഞവൻ. അല്ല, 34 കോർപ്പറേഷൻ നിർത്താൻ ഇവൻ ആര്? ഓന്റെ ചെറ്റക്കുടിലെ താമസും പ്രോട്ടോകോളിനോടുള്ള പൊച്ചും ഒക്കെ പീസാ, വെറും പീസ്. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ വേണേ കണ്ടോളി. ഞാനും നിങ്ങളും 10 പൈസ സമ്പാദിക്കുന്നത് ഈ നാട്ടുകാർ മുഴുവനും അറിയും. ഓൻ സമ്പാദിക്കുന്ന മുഴുവനും സ്വിസ് ബാങ്കിലും. ഇതിന് രാഷ്ട്രീയമായ പോംവഴികളൊന്നുമില്ലേ? വേണമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി മാറ്റിക്കൂടെ? നടക്കില്ല. അവനിന്ന് കരുത്തനാണ്. അവന് തെളിയിച്ചിട്ടുണ്ട്. ലക്ഷത്തിൽ ചിലവാന വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നവന്. ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം. അങ്ങനെ ചുമ്മാ മാറ്റാൻ ജനങ്ങൾ സമ്മതിക്കില്ല, പാർട്ടി സമ്മതിക്കില്ല. ഓൻ അങ്ങനെ സുൽത്താൻ ആണ്ടവിടെ ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് നമ്മളും ജയിച്ചേ. നാണമാവില്ലേ 23 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ കുറിച്ച് പറയാൻ? നിങ്ങൾക്ക് 3 പേർക്ക് കൂടെ എന്ത് കിട്ടി? 1000 1200. അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എനിക്ക് പറയാനുള്ള ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്. 1.5 കോടി രൂപ കൈനീട്ടി വാങ്ങിയിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരും ശ്രമിക്കണം. പറഞ്ഞത് ശരിയാ, അത് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്കൊന്നും ഒരു വഴിയുമില്ലെങ്കിൽ പോംവഴി ഞാൻ ഉണ്ടാക്കാം. എന്തു വഴി? അവൻ ചാവണം. ആ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാനൊരു തീരുമാനം പറയാം. അതെന്തായാലും ശരി, നമ്മളതിൽ ഉറച്ചു നിൽക്കണം. എങ്കിലേ പറയൂ. പറ. 2 ദിവസം കഴിയട്ടെ, നമുക്ക് വീണ്ടും കാണാം. അപ്പൊ പറയാം.